ഉപ്പൂറ്റി വേദന സ്ഥിരമായിട്ട് നമ്മൾ ഒ പിയിൽ കാണാറുന്നൊരു അസുഖമാണ്. ഈ ഉപ്പൂറ്റി വേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേദനയ്ക്കുള്ള മെഡിസിനൊക്കെ കൊടുത്ത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു എക്സ്റേ എടുപ്പിക്കും. അപ്പോൾ അതിലൊരു കാൽക്കേനിയൽ സ്പർ, ഒരു എല്ലിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, അതവിടെ കുത്തുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പുതിയ സ്റ്റഡീസ് പറയുന്നത് അത് കാരണം പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന അത്രത്തോളം ഉണ്ടായിക്കണമെന്നില്ല. പലപ്പോഴും ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണം കാലിനടിയിലെ പ്ലാന്റാർ ഫേഷ്യ ടൈറ്റാണെന്ന് മാത്രമല്ല, അല്ല അതിൻ്റെ അടിയിലുള്ള ആ പാട ടൈറ്റാണ് മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ള കാഫ് മസിലോ അല്ലെങ്കിൽ ഹാംസ്ട്രിങ് മസിലോ അല്ലെങ്കിൽ ഇറക്ടർ സ്പൈന മസിൽസൊക്കെ ടൈറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പൂറ്റി വേദന വരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം. ആ, അത് അതുപോലെ തന്നെ അതിലും മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ എന്താണെന്ന് വെച്ചാൽ PRP പോലുള്ള ഇഞ്ചക്ഷനിലോട്ട് പോകണം എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ റീഹാബ് എക്സസൈസും ചെയ്യണം എന്നുള്ളത്. അതല്ലാതെ ആൾക്കാരിലൊരു മൈൻഡിലുണ്ട് എക്സ്റേയിൽ അവിടെ ഒരു ബോൺ സ്പർ, ഒരു എല്ല് പൊന്തി നിൽക്കുന്നത് കണ്ടല്ലോ, അത് സർജറി ചെയ്ത് മാറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ വേദന മാറാന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല ഉപ്പൂറ്റി വേദനയുടെ കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷനും അതുപോലെ തന്നെ റീജനറേറ്റീവ് മെഡിസിനിൽ PRP പോലുള്ള ഇഞ്ചക്ഷൻസും കറക്റ്റായിട്ട് പ്രോഗ്രസീവായിട്ട് എക്സസൈസും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മാറുന്നൊരു അസുഖമാണ് ഉപ്പൂറ്റി വേദന അഥവാ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്.